നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ SFI പ്രതിഷേധത്തിനിടെ അക്രമവും കോൺഗ്രസ് കൊടിമരവും സുധാകരന് അനുകൂലമായ ഫ്ലക്സും തകർത്തു. രക്തസാക്ഷി ധീരജിനെ അപമാനിച്ച KSU യൂത്ത് കോൺഗ്രസ് നടപടിയിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ കണ്ണൂരിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടയിൽ അക്രമം. കോൺഗ്രസ് കൊടിമരവും സുധാകരന് അനുകൂലമായ ഉയർത്തിയ ഫ്ലെക്സ് ബോർഡും തകർത്തു. കണ്ണൂർ സ്റ്റേഡിയം കോർണർ ബസ് സ്റ്റോപ്പിന് സമീപത്തെ കോൺഗ്രസ് കൊടിമരമാണ് SFI പ്രവർത്തകർ പിഴുതു മാറ്റിയത്. താലൂക്ക് ഓഫീസിന് മുൻവശം കേസ് തുടരണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പടയാളികൾ എന്ന പേരിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുമാണ് തകർത്തത്. ധീരജിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് മുദ്രാവാക്യം വിളിച്ച് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മലപ്പെട്ടത്ത് പ്രകടനം നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് SFIയുടെ പ്രതിഷേധ പ്രകടനം നടന്നത്. വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് പ്രതിരോധിക്കുന്നതിനു വേണ്ടി SFI എല്ലാ കാലത്തും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ മുതൽ ഇങ്ങ് മണ്ഡലം തലത്തിൽ പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഗുണ്ടകളുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് ധീരജിനെ ഉൾപ്പെടെ നിരന്തരമായി വേട്ടയാടുന്നതിനു വേണ്ടി കൊന്നിട്ടും അവരുടെ പക അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്ന് ഒരുപക്ഷെ കുമ്പക്കൊടി സുധാകരൻ എന്ന പരമച്ചറ്റ ഉൾപ്പെടെ ഈ കേരളത്തിലെ KSUവിന്റെ ഈ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ വരെ ധീരജിനെ വേട്ടയാടുന്നതിന് വേണ്ടി വീണ്ടും തയ്യാറായിരിക്കുമ്പോൾ SFIക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ. ഇന്നലെ നിങ്ങൾ ഒരു പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചതിന് ഇന്നലെ രാത്രി മുതൽ കണ്ണൂരിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ നിലവിളി തുടങ്ങിയിട്ടുണ്ട്. ആ നിലവിളി ഇനിയും തുടരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളത് അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്ന് തന്നെയാണ് KSUവിനോട് പറയാനുള്ളത്. ഞങ്ങളുടെ വെല്ലുവിളിക്കാനോ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി പോകുന്നോ ഒരു കാരണവശാലും ഞങ്ങൾ പറയുന്നില്ല. കാരണം ഞങ്ങളുടെ കേവലമായ അക്രമം താങ്ങാനുള്ള കരുത്ത് പോലും കണ്ണൂരിലെ KSUവിനില്ല എന്ന് മനസ്സിലാക്കിക്കോ. KSRTC പരിസരം കേന്ദ്രീകരിച്ച് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്ക് നടത്തിയ മാർച്ചിന് ജില്ലാ സെക്രട്ടറി ശരത് രവീന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് TP അഖില, നേതാക്കളായ K നിവേദ്, ജോയൽ തോമസ്, സനത് കുമാർ, സ്വാതി പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സമഗ്ര ന്യൂസ്, കണ്ണൂർ.